ഹായ് മക്കളെ, +1 കെമിസ്ട്രിയിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ ഏറ്റവും അവസാനം പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് മൊളാരിറ്റി എന്ന കോൺസെൻട്രേഷൻ. കുറേ കോൺസെൻട്രേഷൻ ടേംസ് പഠിക്കുന്നുണ്ട്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് കോൺസെൻട്രേഷൻ ടേംസ് ആണ് മൊളാരിറ്റിയും. ഈ രണ്ട് ഇക്വേഷൻസ് ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് ബന്ധപ്പെട്ട ഒരു കിഡിലനായിട്ടുള്ള ഒരു ക്വസ്റ്റിനും കൂടെ നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോവുകയാണ്. മൊളാരിറ്റി എന്താണെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. നോക്കണേ, ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ അളവിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ആ സൊല്യൂട്ടിൻ്റെ അളവിൽ നമ്മൾ ആ കോൺസെൻട്രേഷൻ പല രീതിക്കുണ്ട്. മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, ഇങ്ങനെ പല ടേംസിലുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായി നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇതൊക്കെയാണ് മൊളാരിറ്റിയും. നമുക്ക് വളരെ ഈസിയായി നോക്കാം എന്താണ് മൊളാരിറ്റി. ഇതിൻ്റെ ഇക്വേഷൻസ് ആണ് പലർക്കും മാറി പോകുന്നത്. എക്സാമിൻ്റെ ടെൻഷനിൽ പലപ്പോഴും ഈ ഇക്വേഷൻസ് ഒക്കെ അങ്ങോട്ടും തെറ്റി പോകാറുണ്ട്. ഇതിന് എക്സാക്ട് മീനിങ് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ പല പ്രോബ്ലംസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒറ്റ വീഡിയോയിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, മൊളാരിറ്റി വ്യത്യാസം നിങ്ങൾ നോക്കുക, സിമിലാരിറ്റി നിങ്ങൾ നോക്കുക. മൊളാരിറ്റി ആണ്, ഇത് മൊളാലിറ്റി ആണ്. ഇത് ക്യാപിറ്റൽ ലെറ്റർ എം ആണ്, ഇത് സ്മോൾ ലെറ്റർ എം ആണ്. രണ്ടുപേരുടെ ന്യൂമറേറ്റർ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണമാണ്. ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ആണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ്റെ വോള്യം ലിറ്ററിൽ, മൊത്തം സൊല്യൂഷൻ്റെ വോള്യം ലിറ്ററിൽ പറയണം. മൊളാലിറ്റി ആണെന്നുണ്ടെങ്കിൽ സോൾവെൻറ്റിൻ്റെ മാത്രം മാസ് കിലോഗ്രാമിൽ പറയുക. അപ്പോൾ എങ്ങനെയാണ് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എം ആണ്, ഇത് മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എം ആണ്. ഇത് വല്യമ്മ, ഇത് കുഞ്ഞമ്മ എന്ന് പറഞ്ഞ രീതിക്ക് ഓർത്ത് വയ്ക്കാം. വലിയ എം ക്യാപിറ്റൽ ലെറ്റർ എം, ഇത് സ്മോൾ എം കുഞ്ഞമ്മ എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, മൊളാരിറ്റി ആണെന്നുണ്ടെങ്കിൽ മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എം അല്ലേ, വലിയ എം അല്ലേ. അപ്പോൾ മൊത്തം സൊല്യൂഷൻ്റെ വോള്യം ലിറ്ററിൽ, വോള്യം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ. മൊളാലിറ്റി ആണെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ എം ആണ്, കുഞ്ഞമ്മയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ എം അല്ലേ. അപ്പോൾ സോൾവെന്റിന്റെ മൊത്തം സൊല്യൂഷന്റെ അല്ല, സോൾവെന്റിന്റെ മാത്രം മാസ് പറയുക, കിലോഗ്രാമിൽ പറയുക. റെഡി. അപ്പോൾ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ലിറ്റർ. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇനി അതിന്റെ എക്സാക്ട് മീനിങ് ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. ഇപ്പോൾ ഒരു സൊല്യൂഷനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മക്കളെ നോക്കണം നിങ്ങൾ, ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 3 മോളാർ ആണ്. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 3 മോളാർ ആണ്. അതിൻ്റെ മീനിങ് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. എന്താണ് മീനിങ് എന്ന് പറഞ്ഞാൽ? 3 മോളാർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എം ആണ്, 3 ഡിവൈഡഡ് ബൈ 1 അല്ലേ 3 മോളാർ എന്ന് പറയുന്നത്. അപ്പോൾ മൊളാരിറ്റി 3 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 3 ഡിവൈഡഡ് ബൈ 1 ആണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. 1 ലിറ്റർ സൊല്യൂഷനിൽ 3 മോൾ സൊല്യൂട്ട് ഉണ്ട് എന്നാണ്. 3 മോളാർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടുകളുടെ എണ്ണം, സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണം 3 ആണ് എന്നതാണ്. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 5 മോളാർ ആണ്. എന്തായിരിക്കും മീനിങ്? 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണം 5 മോളാർ ആണ് എന്നാണ് അല്ലേ. ഇപ്പോൾ 0.005 മോളാർ NaOH എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്? 1 ലിറ്റർ NaOHൻ്റെ സൊല്യൂഷൻ എടുത്താൽ അതിൽ 0.005 മോൾസ് NaOH ഉണ്ട്. NaOHൻ്റെ സൊല്യൂഷനിൽ 1 ലിറ്റർ NaOHൻ്റെ സൊല്യൂഷനിൽ NaOH എത്ര മോളുണ്ട്? 0.005 മോൾ ഉണ്ട് എന്നാണ്. അപ്പോൾ 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണമാണ് മൊളാരിറ്റി. അതുപോലെ തന്നെ മൊളാലിറ്റി എന്താണെന്ന് പറയാൻ നിങ്ങളൊന്ന് ശ്രമിച്ചേ. 2m എന്നാണ് തന്നിരിക്കുന്നത്. എന്താ 2m എന്ന് പറഞ്ഞാൽ? 2 മോളാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? 1 കിലോഗ്രാം സോൾവെന്റിലുള്ള സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണം, 1 കിലോഗ്രാം സോൾവെന്റിലുള്ള സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണം 2 ആണ് എന്നാണ്. 1 കിലോഗ്രാം സോൾവെന്റ് ഉണ്ട്, അതിൽ കുറച്ച് സൊല്യൂട്ട് ഉണ്ട്. ആ സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ് എന്നാണ്. 7 മോളാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? 1 കിലോഗ്രാം സോൾവെന്റിലുള്ള സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണം 7 ആണ് എന്നാണ്. ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് തന്നെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു കിഡിലനായിട്ടുള്ള പ്രോബ്ലത്തിലോട്ട് കടക്കാം. നോക്കിക്കോളൂ, ക്വസ്റ്റ്യൻ ഇതാണ്. The density of 3 molar solution of NaCl is 1.25 gram per milliliter. Calculate the molarity of the solution. Ready? Molarity ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മൊളാരിറ്റി, ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. മൊളാരിറ്റി തന്നിട്ട് മൊളാലിറ്റി ചോദിച്ചിരിക്കുന്നു. പിന്നെ ഡെൻസിറ്റിയും കൂടെ തന്നിട്ടുണ്ട്. NaCl സൊല്യൂഷൻ്റെ ഡെൻസിറ്റി 1.25 gram per milliliter ആണ്. ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 3 മോളാർ ആണ് എങ്കിൽ അതിൻ്റെ മൊളാലിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇവിടെ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. NaOHും വെള്ളവും കൂടെ ചേർത്തതാണ്. NaClയും വെള്ളവും കൂടെ ചേർത്താണ്. അപ്പോൾ വെള്ളത്തിൻ്റെ മാസ് കിലോഗ്രാമിൽ നമുക്ക് ഇവിടെ വേണം, അഥവാ സോൾവെന്റിൻ്റെ മാസ് കിലോഗ്രാമിൽ വേണം. റെഡി. അപ്പോൾ അത് മാത്രമല്ല നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടും വേണം, സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണവും വേണം. ഈ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. റെഡി.
3 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് നമ്മളിപ്പോൾ മനസ്സിലാക്കി. 3 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണം എത്രയാണ്? 3 എന്നാണ്. അതായത് സൊല്യൂഷൻ്റെ വോള്യൂം 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള സൊല്യൂട്ടിൻ്റെ NaClൻ്റെ മോളുകളുടെ എണ്ണം എത്രയായിരിക്കും? 3 ആയിരിക്കും. നോക്കണേ നിങ്ങൾ, വോള്യൂം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ് എന്നുണ്ടെങ്കിൽ, വോള്യൂം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ് എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്രയായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl എത്രയായിരിക്കും? NaClൻ്റെ മോളുകളുടെ എണ്ണം എത്രയായിരിക്കും? 3 ആയിരിക്കും അല്ലേ? 3 അല്ലേ? 3 മോൾസ് ആണ്. അപ്പോൾ ഇവിടെയുള്ള സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണം കിട്ടി. സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണം 3 ആണെന്ന് കിട്ടി. അപ്പോൾ മൊളാലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? മൊളാലിറ്റി കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് വേണം. ദാ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് 3 മോളാർ എന്നുള്ളത് 3 എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഇവിടെ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? NaCl ആണ്. അപ്പോൾ NaCl നമ്പർ ഓഫ് മോൾസ് 3 എന്ന് കിട്ടി. ഇനി നമുക്ക് മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. സോൾവെന്റിന്റെ മാസാണ് കിലോഗ്രാമിൽ നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് സൊല്യൂഷന്റെ മാസ് അറിയില്ല, സൊല്യൂട്ടിന്റെ മാസ് അറിയില്ല, സോൾവെന്റിന്റെ മാസും അറിയില്ല. പകരം അവർ തന്നിരിക്കുന്നത് ഡെൻസിറ്റിയാണ്. നോക്കണേ നിങ്ങൾ, ഡെൻസിറ്റിയാണ്. സോൾവെന്റിന്റെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു പരിപാടി പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതായത് സൊല്യൂഷൻ ഇല്ലേ, സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേർന്നാണല്ലോ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷന്റെ മൊത്തം മാസിൽ നിന്ന് സൊല്യൂട്ടിന്റെ മാസ് മൈനസ് ചെയ്താൽ സോൾവെന്റിന്റെ മാസ് കിട്ടില്ലേ? മാസ് ഓഫ് സോൾവെന്റ് ആണ് ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സൊല്യൂഷന്റെ മൊത്തം മാസിൽ നിന്ന് സൊല്യൂട്ടിന്റെ മാസ് മൈനസ് ചെയ്യുക. സൊല്യൂഷന്റെ മാസിൽ നിന്ന് സൊല്യൂട്ടിന്റെ മാസ് മൈനസ് ചെയ്താൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? സോൾവെന്റിന്റെ മാസ് ചെയ്യുക. ഉപ്പുവെള്ളത്തിന്റെ മാസിൽ നിന്ന് ഉപ്പിന്റെ മാസ് മൈനസ് ചെയ്താൽ ബാക്കി വെള്ളത്തിന്റെ മാസ് കിട്ടില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ സൊല്യൂഷന്റെ മാസ് ഉണ്ടെങ്കിൽ, സൊല്യൂട്ടിന്റെ മാസ് ഉണ്ടെങ്കിൽ അവരുടെ ഡിഫറൻസ് ആയിരിക്കും എന്ത്? സോൾവെന്റിന്റെ മാസ്. സൊല്യൂഷന്റെ മാസ് ഒന്നും ക്വസ്റ്റിൽ തന്നിട്ടില്ലല്ലോ. ഉണ്ട് മക്കളെ, നോക്കൂ ഇവിടെ 1.25 ഗ്രാം പെർ മില്ലി ലിറ്റർ എന്ന് പറയുന്ന ഡെൻസിറ്റിയിൽ നിന്ന് നമ്മൾ നേരെ കടക്കുകയാണ്. ഈ ഡെൻസിറ്റിയിൽ നമ്മൾ കടക്കുകയാണ്. 1.25 ഗ്രാം പെർ മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മില്ലി ലിറ്റർ സൊല്യൂഷന്റെ മാസ് 1.25 ഗ്രാം എന്നാണ്. 1 മില്ലി ലിറ്റർ ഉപ്പ് വെള്ളം എടുത്താൽ അതിൻ്റെ മാസ് എത്രയാണ്? 1.25 ഗ്രാം എന്നാണ്. നോക്കണേ, ഞാൻ എഴുതുന്നത് 1 മില്ലി ലിറ്ററിൻ്റെ മാസ് 1.25 ഗ്രാം എന്നാണ്. 1 മില്ലി ലിറ്ററിൻ്റെ മാസ് 1.25 ഗ്രാം എന്നാണെന്നുണ്ടെങ്കിൽ 1000 മില്ലി ലിറ്ററിൻ്റെ മാസ് എത്രയായിരിക്കും? 1000 മില്ലി ലിറ്ററിൻ്റെ മാസ് 1.25 ഇൻറ്റു 1000 അല്ലേ? അപ്പോൾ 1250 ഗ്രാം ആണ് അല്ലേ? 1250 ഗ്രാം. 1000 മില്ലി ലിറ്റർ സൊല്യൂഷൻ്റെ മാസ് എത്രയാണ്? 1250 ഗ്രാം. ഈ 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നതല്ലേ 1 ലിറ്റർ? 1 ലിറ്ററിൻ്റെ മാസ് എത്രയാണ്? 1250 ഗ്രാം. 1 ലിറ്ററിൻ്റെ മാസ് എത്രയാണ്? 1250 ഗ്രാം. നമ്മളിവിടെ എടുത്ത സൊല്യൂഷൻ്റെ വോള്യൂം എത്രയാണ്? 1 ലിറ്റർ. ആ സൊല്യൂഷൻ 1 ലിറ്റർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ്റെ മാസ് എത്രയാണ്? 1250 ഗ്രാം. ഞാനിവിടെ എഴുതുന്നു മാസ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 1250 ഗ്രാം ആണ്. 1250 ഗ്രാം ആണ്. കിട്ടിയേ? സൊല്യൂഷൻ്റെ മാസ് കിട്ടിയേ. ഇനി നമുക്ക് സൊല്യൂട്ടിൻ്റെ മാസ് വേണം. ചേർത്ത ഉപ്പിൻ്റെ അളവ് അറിഞ്ഞിരിക്കണം അല്ലെ? ഉപ്പിൻ്റെ മാസ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കും? നോക്കൂ, 3 മോൾ NaCl ആണ് ചേർത്തിരിക്കുന്നത്. 3 മോൾ NaClൻ്റെ മാസ് അല്ലേ സൊല്യൂട്ടിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ? അല്ലേ? സൊല്യൂട്ടിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ മാസാണ്. മാസ് ഓഫ് സൊല്യൂട്ട്. മാസ് ഓഫ് സൊല്യൂട്ട്. ഇവിടെയുള്ള സൊല്യൂട്ടിൻ്റെ അളവ് എത്രയാണ്? 3 മോൾ NaCl ആണ് അല്ലേ? മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ 3 മോൾ NaCl കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. 3 മോൾ NaClൻ്റെ മാസ് എത്രയായിരിക്കും? 1 മോൾ NaClൻ്റെ മാസ് എത്രയാണ്? അതാദ്യം പറയട്ടെ. 1 മോൾ NaClൻ്റെ മാസ് എത്രയാണ്? സോഡിയത്തിൻ്റെ മാസ് 23 ആണ്, പ്ലസ് ക്ലോറിൻ്റെ മാസ് 35.5 ആണ്. ടോട്ടലായിട്ട് 58.5 ഗ്രാം. 1 മോൾ NaClൻ്റെ മാസ് 58.5 ഗ്രാം ആണ്. ഇവിടെ എത്ര മോളുണ്ട്? 3 മോളുണ്ട് അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 58.5 ഗ്രാം എന്ന് കിട്ടി. അപ്പോൾ അവിടെ വരുന്നത് 175.5 ഗ്രാം ആണ്. നോക്കണേ, സൊല്യൂഷൻ്റെ മാസ് 1250 ഗ്രാം, അതിൽ ചേർത്ത സൊല്യൂട്ടിൻ്റെ മാസ് 175.5 ഗ്രാം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡിഫറൻസിനെയാണ് നമ്മളെന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ മാസ് എന്നല്ലേ? അപ്പോൾ മാസ് ഓഫ് സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മാസ് ഓഫ് സോൾവെൻറ്റ് ഈക്വൽ ടു 1250 ഡിവൈഡഡ് ബൈ മൈനസ് 175.5 ആണ് ഈക്വൽ ടു 1074.5 ഗ്രാം എന്ന് കിട്ടി. ആണോ? നമുക്ക് വേണ്ടത് മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. മൊളാലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് വേണം? മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇതിനെ കിലോഗ്രാമിലോട്ട് എങ്ങനെ മാറ്റുക? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1.0745 കിലോഗ്രാം എന്നും കൂടെ നമുക്ക് ഇതിന് എഴുതാം.
അപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ് നോക്കിക്കോളൂ. നമുക്ക് വേണ്ടത് മൊളാലിറ്റി ആണ്. നമുക്ക് മൊളാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയേ. നമ്മൾ പോലും അറിയാം, നമ്മളെല്ലാം കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ ഞാൻ എഴുതുന്നുണ്ട് മൊളാലിറ്റി. Molality equal to number of moles of solute divided by mass of solvent in kilogram. Mass of solvent in kilogram. Number of moles of 3 ആണ് 3 divided by mass of solvent എത്ര 1.0745 ആണ് equal to 2.791 മോളാൽ എന്ന് കിട്ടും. റെഡിയാണ്, ഓക്കെ ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ വളരെ ഈസി നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. മൊളാലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാനും കൃത്യമായിട്ടുള്ള മീനിങ് ഇക്വേഷൻസ് ഒക്കെ ഒരു തെറ്റുമില്ലാതെ ഇനി കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എല്ലാവരും താഴത്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ മാത്രം നിങ്ങളുടെ മാക്സിമം എല്ലാ ഫ്രണ്ട്സും കൊണ്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വിചാരിക്കും. എന്ത് ഡോക്ടർ ഷെയർ ചെയ്യുമ്പോൾ അടുത്ത ക്ലാസ്സിൽ കിട്ടുന്ന ടോപ്പിക്കാണ്. താങ്ക് യു.